എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് എനിക്ക് കുറച്ച് കമൻസ് വന്നു, ക്ലീൻ ചെയ്തിട്ടും വീണ്ടും വീണ്ടും പല്ലിലേക്ക് കറ പിടിക്കുന്നു, എന്താണ് കാരണം എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പല്ലിലേക്ക് കറ പിടിക്കാൻ ഒരുപാട് കാരണങ്ങളും ശീലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇടയ്ക്കിടെ വീണ്ടും വീണ്ടും കറ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ബാക്ടീരിയ ഉണ്ടാക്കുന്ന സ്റ്റെയിൻസ് ആയതുകൊണ്ടാണ്. ഇത് ക്രോമോജനിക് ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു ക്രോമോജനിക് ബാക്ടീരിയ പറയുമ്പോൾ നിറം പിടിപ്പിക്കുന്ന ടൈപ്പിലുള്ള ബാക്ടീരിയ. ഒരു ബാക്ടീരിയയുടെ ഇനത്തിൽപ്പെട്ട ആക്ടിനോമൈസിസ് സ്പീഷീസ് ആണ് വായിൽ ഇതുപോലെ ബ്ലാക്ക് സ്റ്റെയിൻസ് ഉണ്ടാക്കുന്നത്. ബാക്ടീരിയൽ സ്റ്റെയിൻസ് കൂടുതലും കാണുന്നത് മോണയോട് ചേർന്നിരിക്കുന്ന പല്ലിന്റെ പോർഷൻസ് ആണ്. അവിടെ മുതലാണ് ഈ ബാക്ടീരിയൽ സ്റ്റെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പേഴ്സൺ ടു പേഴ്സൺ ഈ ബാക്ടീരിയൽ സ്റ്റെയിൻസിന് സ്പ്രെഡ് ഉണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്കും ഹോസ്റ്റലിലോ അല്ലെങ്കിൽ റൂം ഷെയർ ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ കറുത്ത സ്റ്റെയിൻസ് സ്ഥിരമായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത് ഇടവിട്ട് ഒരു 2 months കൂടുമ്പോഴുള്ള ക്ലീനിങ് ആണ് ഇതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ തിങ്സ് അല്ലെങ്കിൽ ഇപ്പോൾ കിച്ചണിലുള്ള പാത്രം, സ്പൂൺസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴും ഈ ബാക്ടീരിയ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് കാണുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്നതോടൊപ്പം ഇതുപോലെയുള്ള പേഴ്സണൽ ബിലോങ്ങിങ്സ് യൂസ് ചെയ്ത് ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നതും കുറയ്ക്കുക. എങ്കിൽ മാത്രമേ ഈ ഒരു ബാക്ടീരിയയുടെ കോളനി നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഒരു ബാക്ടീരിയൽ കോളനി കുറച്ച് കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്ലീനിങ് ആണ്. ഇടയ്ക്കിടെ 2 months കൂടുമ്പോഴുള്ള ഒരു ഡെന്റൽ ക്ലീനിങ്ങും പ്ലസ് ഇതുപോലെയുള്ള ഷെയർ ചെയ്യുന്ന സാധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു വീട്ടിലുള്ള എല്ലാവരും ക്ലീനിങ് ചെയ്താൽ മാത്രമേ ബാക്ടീരിയ കോളനി പൂർണ്ണമായി കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരാളായിരിക്കും ഈ ഒരു കംപ്ലൈൻറ്റുമായിട്ട് വരുന്നത്, എനിക്ക് ഇടയ്ക്കിടെ സ്റ്റെയിൻസ് പിടിക്കുന്നു എന്ന്. അപ്പോൾ ആൾക്ക് മാത്രം ക്ലീൻ ചെയ്ത് വിട്ടാലും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മറ്റുള്ളവർക്കുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കുറയില്ല, വീണ്ടും കൂടിയേ വരുള്ളൂ. അപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ റൂം ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അവരും ക്ലീനിങ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഒരു സ്റ്റെയിൻസിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ മറ്റ് ഡെന്റിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.